Ready? I hope you can see my screen. Yes, sir. ഓക്കെ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹൈഡ്രോ കാർബൺ ആയിരുന്നു. നിങ്ങൾ ഈ ഹോംവർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് CH4 CO2 S8 ചെയ്തിട്ടുണ്ടായിരുന്നോ മക്കളെ? ട്രൈ ചെയ്ത് നോക്കിയോ? Yes, sir. കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? Yes, sir. ഓക്കെ. അപ്പം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ്. അപ്പം ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന പോർഷനിലേക്ക് ആദ്യമായി പറയട്ടെ. ജസ്റ്റ് മിനിറ്റ്, നമ്മൾ ഈ ഒരു ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Can please someone tell me what is hydrocarbon? എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബേസിക്കലി ഹൈഡ്രജനും കാർബണും മാത്രം വരുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ഹാസ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഓൺലി ഇൻ ദം. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മക്കളെ? ഹൈഡ്രോ കാർബൺസ് എന്ന് പറയാം. ഇനി ഈ ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നും ക്ലാസിഫൈ ചെയ്യും. അതിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിലെ ഒരു കാർബണും വേറൊരു കാർബണും തമ്മിലുള്ള ബോണ്ടിങ് ഇറ്റ് വിൽ ബി ഓൾവേസ് സിംഗിൾ ബോണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രദ്ധിക്കുക. റെഡി? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1 second. റെഡി? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്തൊക്കെയായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മക്കളെ? What are the two classifications? Saturated ഹൈഡ്രോ കാർബണും അൺസാച്ചുറേറ്റഡ് അല്ലെ? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. അപ്പൊ ഇതിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഒരേ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആൽക്കെയിൻസ് ആണ്. ഇവിടെ നമുക്ക് രണ്ട് കേസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു മക്കളെ? ആൽക്കീൻസും ഉണ്ട്, ആൽക്കൈൻസ് ഉണ്ട്. അപ്പൊ ഇതിനെങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ഇവർക്ക് എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ HC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോ കാർബൺസ് എന്നാണ് കേട്ടോ മക്കളെ. ഇനി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവരുതേ. അപ്പം ആൽക്കീൻസ് ഉണ്ട്, ആൽക്കൈൻസ് ഉണ്ട്. റെഡി? സ്റ്റാർട്ട് ചെയ്തൂടെ? സ്റ്റാർട്ട് ചെയ്യില്ലേ? നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ് ആൽക്കെയിൻസ് എന്നതിനെ കുറിച്ചിട്ടാണ്. ആൽക്കെയിൻസ് എന്താണടാ? 1 second. ആൽക്കെയിൻസ്. അപ്പൊ മക്കളെ, നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടിയെന്ന് വിചാരിക്കുക. വി ഹാവ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് ലൈക്ക് ദിസ്. നോക്കൂ, ബേസിക്കലി ഒരു ചോദ്യം ചോദിക്കട്ടെ. കാർബണിന്റെ വാലൻസി എന്താണ്? വാലൻസി ഓഫ് കാർബൺ അത് എത്രയാണ് മക്കളെ? കാർബൺ എത്ര ആളുകളുമായിട്ട് ഒരേ സമയം ബോണ്ട് ചെയ്യാൻ പറ്റും? 4 ആണ്. സോ അതിന്റെ പ്രത്യേകത എന്താണ്? സോ ഇറ്റ് ക്യാൻ ബോണ്ട് വിത്ത് എത്ര ആൾക്കാരുമായി ബോണ്ട് ചെയ്യാൻ പറ്റും? ബോണ്ട് വിത്ത് 4 ആറ്റംസ് അറ്റ് എ ടൈം. ശരിയാണല്ലോ? 4 ആളുകളുമായിട്ട് കാർബണിന് ഒരേ സമയം ബോണ്ട് ചെയ്യാൻ പറ്റും. സംശയമുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിൽ ഇപ്പൊ എൻ്റെ ഒരു കേസ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചത് നിങ്ങൾക്ക്. ഇവിടെ നോക്കിക്കേ, സി 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 സി. ഈ കാർബൺ ഒരു കാർബൺ വേറൊരു കാർബണുമായിട്ടും ആ കാർബൺ വേറൊരു കാർബണുമായിട്ടും ചെയിൻ ഫോർമാറ്റിൽ ബോണ്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു മക്കളെ? കാറ്റനേഷൻ. ഓർമ്മയുണ്ടല്ലോ? അപ്പൊ കാർബൺ അതിന്റെ അടുത്തുള്ള ഒരു കാർബണുമായിട്ടും അതിന്റെ അടുത്തുള്ള ഒരു കാർബണുമായിട്ടും ഇങ്ങനെ ബോണ്ട് ചെയ്തു. അപ്പം അവരെന്ത് ചെയ്തു പറയും മക്കളെ? അവരുടെ വാലൻസി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആസ് യു നോ ദാറ്റ് കാർബൺ ക്യാൻ ബോണ്ട് വിത്ത് 4 other species or 4 other atoms. So here if you take this case of this carbon atom, how many bonds are made by this particular carbon atom? Only one, right? Only one bond is made by this carbon atom, right? So how many more bonds can be made by this carbon atom? എത്ര കൂടി ഉണ്ടാക്കാൻ പറ്റും? 3 more ആണ്. But you know what? Listen, these alkanes are the class of hydrocarbons, right? So it will be having only carbon and hydrogen. So the other 3 bonds are satisfied by what? H, because the name of this compound is hydrocarbon, right? So other 3 more bonds should be there, right? So all these 3 bonds are satisfied by H. Here, how many bonds are made by this particular carbon atom, dears? ഇതാണ് കാർബൺ 1
2. How many more bonds can be made? 2. 2 Two more more. bonds can be made. What about this carbon atom? How many more bonds can be made? 2 Two more. more. What about this? 3 more. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ഇതിനെ ഇതേ കോമ്പൗണ്ടിനെ നമ്മൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എഴുതുകയാണെങ്കിൽ how we can rewrite that? See, take the case of first carbon atom. How many hydrogens are available on the very first carbon atom? 3, right? So we will write CH3. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഈ ബോണ്ട് ഇടുന്നു. And what about the second carbon atom? How many hydrogens are available? Count it, please. 2, right? 2. What about the third carbon atom? 2 2 again. What hydrogens. about the fourth carbon atom? 4. 3. Sorry, 3. Is that clear? So if you take the case of carbon carbon bonding, how many bonds are there in between these two carbon atom? Only one, right? What about this carbon atom? Only one. What about this carbon atom? Only one. If all the carbon carbon bonds are single bond in hydrocarbon, we call them as alkanes. Can you see this definition? It is a hydrocarbon which only single bond between carbon and carbon. അപ്പോൾ ഒരു കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? അതിനെ ഹൈഡ്രോ കാർബൺ എന്ന് പറയും. ഈസ് ദാറ്റ് ക്ലിയർ? സോറി, ആൽക്കെയിൻസ് എന്ന് പറയും. ഈസ് ദാറ്റ് ക്ലിയർ? Yes, sir. ഓക്കെ. ഇനി എക്സാമിന്, നമ്മുടെ ബോർഡ് എക്സാമിന് ഒരു ചോദ്യമാണ്, ഈ കോമ്പൗണ്ടിന്റെ മോളിക്യുലാർ ഫോർമുല എന്താണ്? എന്താണ് ചോദ്യം? മോളിക്യുലാർ ഫോർമുല. എന്താണ് ചോദ്യം? മോളിക്യുലാർ ഫോർമുല. നമുക്ക് MF എന്ന് എഴുതാം. ഒന്ന് പറഞ്ഞു തന്നെ മക്കളെ, ഈ കോമ്പൗണ്ടിന്റെ മോളിക്യുലാർ ഫോർമുല എന്താ? ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ there is a question. Yeah, what do you mean by molecular formula? How many carbon atoms are there? How many hydrogen atoms are there? Can you please count the number of carbon atoms here? 1, 2, 3. 3, right? What about hydrogen? 3, 2, 3. So it's 8. ക്ലിയർ ആണോ? അപ്പൊ മോളിക്യുലാർ ഫോർമുല ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടടാ? അതാത് കോമ്പൗണ്ടുകളിലെ കാർബണിന്റെ എണ്ണവും ഹൈഡ്രജന്റെ എണ്ണവും എടുത്താൽ മതി. ഈ കോമ്പൗണ്ടിലെ മോളിക്യുലാർ ഫോർമുല പറഞ്ഞു തന്നേ മക്കളെ. MF. എത്ര കാർബൺ ആറ്റങ്ങൾസ് ഉണ്ടടാ മക്കളെ? 4. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3, 2, 5, 7, 10. സംശയമുണ്ടോ? 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 ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞു തന്നെ, CH3 ഇതൊരു ആൽക്കെയിൻ ആണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ? നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യാം മക്കൾ ഇത് ആൽക്കെയിൻ ആണോ അല്ലേ എന്നുള്ളത്? എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട്? 1, 2. സംശയം ഉണ്ടോ? ഈ കാർബണും കാർബണും തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് അല്ലേ? അങ്ങനെ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് ആൽക്കെയിൻ അല്ലേ? ഇനി ഇതിന്റെ മോളിക്യുലാർ ഫോർമുല പറഞ്ഞു തന്നെ. എത്രയാണ് മോളിക്യുലാർ ഫോർമുല? പറയൂ. C2H6. സംശയം ഉണ്ടോ? സംശയം ഉണ്ടോ? No, sir. ഇല്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ആൽക്കീൻസ്? എന്താണ് ചോദ്യം? ആൽക്കീൻസ്. അപ്പൊ നോക്കടാ, it's the type of hydrocarbon which has at least one carbon carbon double bond in them. അറ്റ്ലീസ്റ്റ് ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം ഹൈഡ്രോകാർബൺസിനെ ആൽക്കീൻസ് എന്ന് വിളിക്കാം. ഉദാഹരണം കാണിച്ചു തരാം ഞാൻ. നോക്കിക്കേ, ഒരു കാർബൺ ഉണ്ട്, ഒരു കാർബൺ ഉണ്ട്, ഒരു കാർബൺ ഉണ്ട്, 3 കാർബൺ ഉണ്ട് കേട്ടോ മക്കളെ. അപ്പൊ ഈ കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആണെന്ന് വിചാരിക്കും. ഇനി ബാക്കിയുള്ള എല്ലാ കാർബണിന്റെയും വാലൻസി സാറ്റിസ്ഫൈഡ് ആണോ? ഈ കാർബൺ എത്ര ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? ഓൺലി 1. സോ ഹൗ മെനി മോർ ബോണ്ട് ഷുഡ് ബി ദേർ? 3 more bonds should be there. So 1, 2, 3. അപ്പൊ നോക്കിക്കേ, ഈ 3 ബോൺസും ആരാണ് സാറ്റിസ്ഫൈ ചെയ്യുക? ഹൈഡ്രജൻ അല്ലേ? കാരണം എന്താണ്? ഇതൊരു ഹൈഡ്രോ കാർബൺ ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് കാർബൺ ആറ്റം? പറഞ്ഞേ, ഈ കാർബൺ ആറ്റത്തിന് ചുറ്റും എത്ര ബോൺസ് ഉണ്ട് മക്കൾസ്? പറയടാ. Okay, so how many bonds are there? 1, 2, 3. So 3 bonds are already there, right? So but we know that a carbon needs 4 bonds to become stable. So it need 1 more bond to become stable, and that bond will be made by a hydrogen atom.
And what about this particular carbon atom? It has already two bonds. Can you see these two bonds? So how many more bonds should be there? Two more bonds should be there. So the question is this: how you can rewrite this particular carbon atom compound? Listen, take the case of first carbon atom. How many hydrogens are available? Three. So CH3 single bond. How many hydrogens are available on the second carbon atom? One. And there will be a double bond and CH2. And Muckles, can you see a double bond between two carbon atoms? Right. So out of two bonds, one is double bond and one is single bond, isn't it? So if at least one double bonds are available in a hydrocarbon compounds, we call it as what? We call it as alkenes. Is that clear? Is that clear? Is that clear, dears? Clear or no? Yes, sir. Okay. So Yes, what sir. about the molecular formula? Can you please tell me the molecular formula? How many carbon atoms are there? Three. What about Three. hydrogen atom? Three, one. That means four, and two more hydrogen atoms are there. That means എത്ര ഉണ്ടാവും മക്കളെ? Six. 6. അല്ലേ? 7. സംശയമുണ്ടോ? Is that clear? So my question is this: what about this carbon atom? ഇതൊരു ആൽക്കെയിൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ? Alkene. Alkene. എന്തുകൊണ്ടാണ് ഇതൊരു ആൽക്കീൻ ആവുന്നത്? Why it Double is an bond. alkene? Double Because bond. it has what? It has a double bond Double. between carbon atom. സംശയം ഉണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. Okay, so it's when what is the molecular formula of this particular compound? What is the molecular formula? C2H4. C2H4. സംശയം ഉണ്ടോ? And we will take the case of alkynes. എന്താണ്? Alkynes. So it's the type of hydrocarbon. It's the type of hydrocarbon which has in the pratyekada, which has at least in the one One triple carbon bond. carbon triple ഒരു ട്രിപ്പിൾ ബോണ്ട് അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നോക്കിക്ക്, ഇതാ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. കാർബൺ സിംഗിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ്. ഇനി ഒരു വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. കുട്ടികൾക്ക് സംശയം ഉണ്ടാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതാണ് ഒരു ഹൈഡ്രോ കാർബൺ ആണ്, സോറി ഇതൊരു കാർബണിന്റെ ചെയിൻ ആണ്, കാറ്റനേഷൻ നടത്തിയതാണ്. ഇനി ഈ കാർബണിന്റെ പ്രത്യേകത, ഇതിന് എത്ര ബോണ്ട്സ് ഓൾറെഡി ഉണ്ട്? ഫസ്റ്റ് കാർബൺ വൺ ബോണ്ട്, റൈറ്റ്? സോ ഹൗ മെനി മോർ ബോണ്ട്സ് ക്യാൻ ബി മേഡ്? വൺ, ടു, ത്രീ. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? വൺ, Two. two. What about this? One, two. What about this carbon atom? How many bonds are already made? Four. It's 4. already made four bonds, right? One, two, three, four. So do you think it need one more bond to satisfy No. its valency? No, right? No. No. So we'll not place any hydrogen on this carbon atom. So it will be having one more hydrogen. Now, how we can rewrite this particular compound? How we can rewrite this? Can you please tell me? CH3, CH2, CH2, C triple bond CH. സംശയം ഉണ്ടോ? ഇനി ഇതാണ് നമ്മുടെ ക്ലാസിക് ക്വസ്റ്റ്യൻ. How many carbon single bonds are there? Can you please tell me how many carbon single bonds are there? 3. Three. 3. മൂന്നല്ലേ? How many carbon triple bonds are there? 1. One. 1. One. എണ്ണത്തിൽ കൂടുതൽ ആരാണ്? ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ? Double bond. സോറി, സിംഗിൾ ബോണ്ട് ആണോ Single ഡബിൾ bond. ട്രിപ്പിൾ ബോണ്ട് ആണോ? Single bond. സിംഗിൾ ബോണ്ട് ആണ്. പക്ഷേ ആലോചിക്കുക മക്കളെ, എണ്ണത്തിൽ കൂടുതൽ സിംഗിൾ ബോണ്ട് ആണെങ്കിലും ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എന്തെന്ന് വിളിക്കൂടാ? ആൽക്കൈൻ എന്ന് വിളിക്കും. അപ്പൊ ഫാമിലി മൊത്തത്തിൽ ആൽക്കൈനായി. സംശയം ഉണ്ടോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല പറഞ്ഞു തന്നെ മക്കളെ. വാട്ട് ഈസ് ദി മോളിക്കുലാർ ഫോർമുല? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ there? 1, 2, 3, 4, 5. 5, right? C5. What about hydrogen atoms? 8. 3, 2, 7, then 8. സംശയം ഉണ്ടോ?
Is that clear? So we were talking about different types of hydrocarbons such as alkenes, alkenes and alkynes. Clear ആണോ? Clear ആണോ? സംശയം ഉണ്ടോ? ഇനി നിങ്ങളെ സംശയം ഇതായിരിക്കും, ഇവിടെ നിന്നും എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ? അതല്ലേ നമ്മുടെ സംശയം. അതാണ് നമ്മൾ നെക്സ്റ്റ് ഫേസിൽ തീർക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് കേൾക്കുന്നുണ്ടോ? Am I audible? Yes, sir. Yes. Yes, sir. Identifying alkanes, alkenes and alkynes by using molecular formula. എന്താണ് മക്കളെ? By using molecular formula. നമുക്കൊരു molecular formula തന്നു എന്ന് വിചാരിക്കും. ഓക്കെ, ആ molecular formula ഉപയോഗിച്ചിട്ട് തന്നിട്ടിരിക്കുന്ന കോമ്പൗണ്ട് ഹൈഡ്രോകാർബൺ ഒരു ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ ആൽക്കെയിൻ ആണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ജനറൽ ഫോർമുല ഇനി ഹൈഡ്രോകാർബൺ, ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ജനറൽ ഫോർമുലയും ഹൈഡ്രോകാർബണും. ഇമാജിൻ വി ഹാവ് ആൽക്കെയിൻ. നമ്മുടെ കയ്യിൽ ആൽക്കെയിൻ ഉണ്ട് എങ്കിൽ അതിന്റെ ജനറൽ ഫോർമുല എന്തായിരിക്കും അറിയോ? CnH2n+2. ആൽക്കീൻ ഉണ്ടെങ്കിലോ? ആൽക്കീൻ ആണെങ്കിൽ CnH2n. ഇതാണ് നെക്സ്റ്റ് ഫോർമുല. ഇനി ആൽക്കൈൻ ഉണ്ടെങ്കിലോ മക്കളെ? ആൽക്കൈന് CnH2n-2. ഇതെന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരുന്നതിന് മുന്നേ നമുക്ക് 2-3 കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by double? അതിന്റെ 2 ടൈംസ് എന്ന് ചെയ്താൽ പോരെ? ആർക്കെങ്കിലും അതിൽ സംശയം ഉണ്ടോ? 2 ടൈംസ് എന്ന് ചെയ്താൽ വി വിൽ ഗെറ്റ് ഡബിൾ. സംശയം ഉണ്ടോ? ഇനി ഞാൻ പറയുന്നത് നോക്കണേ, ഒറ്റ മിനിറ്റ്. എന്താണ്? 1 സെക്കൻഡ്. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ട് നമ്മുടെ CBSE ഗ്രേഡ് 10ന്റെ ആസ്പെക്റ്റിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്തു നിന്നും വരുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതാ ക്ലാസിഫൈ, ക്വസ്റ്റ്യൻ എങ്ങനെയാ കേട്ടോ, ക്ലാസിഫൈ ദി ഫോളോയിങ് hydrocarbons as alkane, alkene and alkyne. ഓക്കെ, നമുക്കൊരു ഹൈഡ്രോകാർബൺ തന്നിട്ട് അതില് ആൽക്കേന് ആൽക്കീന് ആൽക്കൈന് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ C8H16 BC9H16 C4H10. എടാ 3 ഹൈഡ്രോകാർബൺസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എങ്ങനെ മനസ്സിലായി ഇതൊക്കെ ഹൈഡ്രോകാർബൺ ആണെന്ന്? ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? Because it has only carbon and hydrogen. Is that clear? So it has only carbon and hydrogen. So it's a molecular formula of hydrocarbon. The question is, out of these, which one is D and C6H12, E C7H16, F C11H20. ഓക്കെ, 6 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, 6 ഹൈഡ്രോകാർബൺസ് തന്നിട്ടുണ്ട്. ഇതിൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു ജനറൽ ഫോർമുലയിലേക്ക് തിരിച്ചു പോവാം. മക്കളെ, ആൽക്കീൻ ആണെങ്കിൽ ഇതിന്റെ മീനിങ് എന്താണ് അറിയോ? CnH2n+2. വാട്ട് യു മീൻ ബൈ ദിസ്? എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതിന്റെ ഡബിൾ എടുക്കുക, അതാണ് 2n. അതിനോട് 2 കൂട്ടിയാൽ എന്താണോ കിട്ടുക അതായിരിക്കും ഹൈഡ്രജന്റെ എണ്ണം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ കാർബണിന്റെ എണ്ണം എത്രയാണോ അതിന്റെ ഡബിൾ എടുത്തിട്ട് അതിനോട് 2 കൂട്ടിയാൽ
ഹൈഡ്രജൻ എണ്ണം കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആൽക്കീൻ. കാർബണിന്റെ എണ്ണം എടുത്തിട്ട് അതിനെ ഡബിൾ ചെയ്താൽ ഹൈഡ്രോജൻ എണ്ണം കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ആൽക്കീൻ. കാർബണിന്റെ എണ്ണം എടുത്ത് അതിനെ ഡബിൾ എടുത്ത് അതിന് 2 കുറച്ചാൽ ഹൈഡ്രോജൻ എണ്ണം കിട്ടുന്നുണ്ടെങ്കിൽ ആൽക്കൈൻ ആണ്. എക്സാമ്പിൾ എടുക്കാം. വിൽ C6H16 നോക്കണേ, സോറി C8 ആണ്. C8H16 എടാ 8ന്റെ ഡബിൾ എത്രയാ മക്കളെ? 8ന്റെ ഡബിൾ എത്രയാ? 16. അപ്പോ ഡബിൾ കാർബൺ എടുത്തതിന്റെ മക്കളെ നോക്കണേ, കാർബൺ എത്രയാണോ എടുത്തത് അതിന്റെ ഡബിൾ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇവിടെ ഇല്ലേ? ഡബിൾ വന്നാൽ എന്താണ്? ഡബിൾ വന്നാൽ എന്താണ്? ആൽക്കീൻ അല്ലേ? അപ്പൊ ഇതാരാണ്? ഇതാർക്ക് എക്സാമ്പിൾ ആണ് മക്കളെ? ഇതാർക്ക് എക്സാമ്പിൾ ആണ്? മനസ്സിലാവുന്നുണ്ടോ? ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇനി അടുത്ത എക്സാമ്പിൾ ആരാ? C9H16 നോക്കണേ നോക്കണേ നോക്കണേ, എന്താണ്? C9H16 എടാ 9ന്റെ ഡബിൾ എത്രയാ? 18. അതിനോട് 2 കുറച്ചാലല്ലേ 16 കിട്ടാ? അപ്പൊ നോക്കടാ മക്കളെ, ഡബിളിനോട് 2 കുറയ്ക്കുന്നത് ആരാണ്? ആൽക്കൈൻ ആണ്. അപ്പൊ ഇയാളാരാണ്? ആൽക്കൈൻ ആണ്. ഈസ് ദാറ്റ് ക്ലിയർ? നെക്സ്റ്റ് ഏതാണ്? C4H10 ആരാണ്? C4H10. ക്വസ്റ്റ്യൻ നമ്പർ 1, 4ന്റെ ഡബിൾ എത്രയാ? 8. 8നോട് 2 കൂട്ടിയാലല്ലേ 10 കിട്ടാ? അല്ലെ? 8നോട് 2 കൂട്ടിയാലല്ലേ 10 കിട്ടാ? 2 കൂട്ടുന്നത് ഏതിന്റെ കേസിലാ? ആൽക്കെയിൻ അല്ലേ? അപ്പൊ ഇയാൾ ആർക്ക് എക്സാമ്പിൾ ആണ്? ആൽക്കെയിനിന് എക്സാമ്പിൾ ആണ്. ഐഡിയ വരുന്നുണ്ടോ? ഇനി അടുത്തത് ഏതാ? C6H12 ആരാണ്? നെക്സ്റ്റ് ആരാണ്? H12. എടാ 6ന്റെ ഡബിൾ അല്ലേ 12 മക്കളെ? 6ന്റെ ഡബിൾ അല്ലേ 12? അപ്പൊ ഡബിൾ വരുന്ന കേസ് ഏതാ? ഡബിൾ വരുന്ന കേസ് ആൽക്കീൻ അല്ലേ? അപ്പൊ ആൽക്കീൻ. I hope you are getting the point. Next C7H16 ആരാണ്? C7H16. What is the double of 7? 14. 14നോട് 2 കൂട്ടിയാലല്ലേ 16 കിട്ടാ? അപ്പൊ 2 കൂട്ടാന്ന് പറയുമ്പോൾ again what? It's what? Alkane. Then the next one ഏതാണ്? C11H20. What is the next? C11H20. What is the double of C11? 22. And 20 will be obtained if you minus 2 from 22, right? So minus indicates alkyne alle. Is that clear? അപ്പൊ നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ട് ഹൈഡ്രോകാർബൺ തന്നിട്ട് അത് ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ലേ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. പറ്റും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ നിങ്ങൾ സെൽഫായിട്ട് ചെയ്യോ? ഓക്കെ, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരാം. നിങ്ങൾ നോക്കിക്കുക, നിങ്ങൾ സ്വയം ചെയ്യാൻ നോക്കുക. C6H14, C15H28, C12H26, then C5H12, C5H8. ഒന്ന് പറഞ്ഞ എല്ലാവരും, ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറയണേ. ഇതൊക്കെ ആൽക്കീൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഹു ഇസ് റെഡി? ലാസ്റ്റ് വൺ C5H8 പറഞ്ഞേ. ഹു ഇസ് റെഡി? ഇയാൾ ഏതാണ്? ആരാണ്? ആൽക്കെയിൻ ആണ്. വൈ ഇറ്റ് ഈസ് ആൽക്കെയിൻ? CnH2n+2 ചെയ്തു നോക്കുമ്പോ
Last one. I'm asking this one. Last one. Last one. C5. Okay, other alkyne. Alkyne alle makkale. Why it is alkyne, dear? Double -2. Minus Double inode -2 minus idelle. What about this? Second last. Alkane. Alkane. Alkane alle. Eda മനസ്സിലാവുന്നുണ്ടോ? What about this? Alkane. 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 And what about this? Alkyne. Alkane. Alkyne. What about this? What about this? Alkane. Done. അപ്പോൾ ഇത് വളരെ ക്രൂഷ്യൽ ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ മക്കളെ വരുന്നത്. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സംശയം ഉണ്ടോ? No. സംശയം ഉണ്ടോ? ഓക്കെ. ഇനി നമ്മളോട് എക്സാമിന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഹോമോലോഗസ് സീരീസ്. കേട്ടിട്ടുണ്ടോ? Yes, sir. കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് പരിചയം ഉണ്ടോ? No. What Group is of homologous? carbons having- Group of come on. Group of compounds having similar structures and similar chemical properties. കഴിഞ്ഞോ? അതിനേക്കാൾ ഇമ്പോർട്ടന്റ് സാധനം എന്താ? Isomers. Have a difference of CH2. അതാണ് ഞാൻ പറഞ്ഞത്. നോക്ക്, ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് compounds which has similar chemical properties. Okay, which has similar chemical properties. Which group of which has similar chemical property and has a difference of CH2 among adjacent members. എടാ നോക്ക്, എക്സാമിന്റെ ചോദ്യം നോക്കിക്കോട്ടോ. നോക്കണേ, ഒറ്റ മിനിറ്റ് മക്കളെ. എക്സാമിന്റെ ചോദ്യം നോക്ക്. ആദ്യം ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്ക്. ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ഹാസ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഹാസ് എ ഡിഫറൻസ് ഓഫ് CH2 among adjacent members. നോക്ക്, ഞാൻ ആദ്യം ഇത് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ചെക്ക് whether the following series are homologous in nature. താഴെ പറയുന്ന സീരീസുകൾ ഹോമോലോഗസ് ആണോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നോക്ക്, ഫസ്റ്റ് സീരീസ് നോക്കണേ. ഇങ്ങനത്തെ ഒരു സീരീസ് എക്സാമിന് നമുക്ക് തരും. മക്കളെ ഫസ്റ്റ് മെമ്പർ ആരാ? ഹു ഇസ് ദ വെരി ഫസ്റ്റ് മെമ്പർ? ഫസ്റ്റ് മെമ്പർ ആരാ? CH3. സെക്കൻഡ് മെമ്പർ ആരാ? CH3. CH2. മൂന്നാമത്തെ മെമ്പർ ആരാ? CH3. അപ്പൊ എല്ലാ മെമ്പേഴ്സിനെയും കണ്ടോ? Yes. ഇനി എടാ, ഇതൊരു ഹോമോലോഗസ് സീരീസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതുക. CH3ന്റെ മോളിക്കുലാർ ഫോർമുല എന്താ? സോറി, CH3 അല്ല കേട്ടോ മക്കളെ, CH4 ആണ്. എടാ, CH4ന്റെ മോളിക്കുലാർ ഫോർമുല എന്താ? CH4. സംശയം ഉണ്ടോ? ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എന്താ? CH3ന്റെ C2H6. C2H6 അല്ലേ? Yes. What about this? C3H8. What about this? C4H12. ഇനി ഈ അടുത്തടുത്തിരിക്കുന്ന ആളുകളുടെ ഡിഫറൻസ് എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കുക?
എങ്ങനെ നോക്ക് ഇതാണ് പലരും മിസ്റ്റേക്ക് വരുത്തുക. ഇതെങ്ങനെ പലരും മിസ്റ്റേക്ക് എങ്ങനെയാണ് വരുത്തുക? C2H6 മൈനസ് CH4 ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, എടാ ഈ നമ്പേഴ്സ് തമ്മിലൊന്ന് കുറച്ചേ. 6ഉം 4ഉം കുറച്ചാൽ എത്രയാ? 2. H2 രണ്ടും ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഒന്നും കുറച്ചാൽ എത്രയാ? 1. അപ്പൊ C1H2. അപ്പൊ ഡിഫറൻസ് എത്രയാടാ? ഡിഫറൻസ് എത്രയാ? CH2 അല്ലേ? മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ മക്കളെ? Yes, sir. നോക്കണേ, റിപ്പീറ്റ് ചെയ്യാം. ഈ രണ്ടാൾക്കാർ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണേ. വ്യത്യാസം കാണാൻ പോണേ. അപ്പൊ ഞാൻ എഴുതി നോക്കടാ. C3H8 മൈനസ് C2H6. നിങ്ങൾ എന്ത് കുറച്ചാൽ മതി അറിയോ? എച്ചിന്റെ സൈഡിലുള്ള ആൾക്കാരെ കുറച്ചേ. എച്ചിന്റെ സൈഡില് 8 മൈനസ് 2 എത്രയാ? 2. C3 മൈനസ് C2 എത്ര ഉണ്ടാവും? പറയൂ. 3ഉം 2ഉം കുറച്ചാൽ എത്രയാണ്? 1. C1H2. അതിനെ നമുക്ക് CH2 എന്ന് പറഞ്ഞൂടെ? അപ്പൊ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? CH2 അല്ലേ? സംശയം ഉണ്ടോ? ഇനി ഇയാളും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കിക്കേ. എങ്ങനെയാ കുറയ്ക്കുക? ഒന്ന് പറഞ്ഞേ. C4H10 മൈനസ് C3H8. ഓക്കെ ആണോ? എങ്ങനെയാ കുറയ്ക്കുന്നത്? എച്ചിന്റെ 10ൽ നിന്നും 8 കുറച്ചാൽ എത്ര ഉണ്ടാവും? 2. ഇവിടെയോ 4ൽ നിന്നും 3 കുറച്ചാലോ എത്ര ഉണ്ടാവും? C1. അപ്പൊ ഡിഫറൻസ് എത്രയാണ്? CH2. മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലായി സർ. മനസ്സിലായല്ലേ? അപ്പൊ നോക്കടാ, എക്സാമിന് ഇവിടുന്ന് ചോദിക്കുന്ന ഈ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് കോമ്പൗണ്ട്സ് തരും. എന്നിട്ട് അവർ ഹോമോലോഗസ് ആണോ അല്ലേ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്? മോളിക്യുലാർ ഫോർമുല കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അടുത്തടുത്ത ആളുകൾ തമ്മിലുള്ള മോളിക്യുലാർ ഫോർമുല മൈനസ് ചെയ്താൽ CH2 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഹോമോലോഗസ് ആണ്. അപ്പൊ എല്ലും CH2 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇപ്പൊ നമ്മൾ എഴുതി നോക്കിക്കോ. സിൻസ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. സിൻസ് adjacent members has the difference of CH2, we can say that this series is homologous. സംശയം ഉണ്ടോ? ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ തരട്ടെ ഡിയേഴ്സ് മക്കളെ. ഒരു ക്വസ്റ്റ്യൻ തരട്ടെ ഞാൻ. നോക്കണേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആണ്. CH2 ഡബിൾ ബോണ്ട് CH2, CH3 CH ഡബിൾ ബോണ്ട് CH2, CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. ഇതൊരു ഹോമോലോഗസ് ആണോ അല്ലേ എന്നാണ് ചോദ്യം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്തായിരുന്നു? എന്താണ്? മോളിക്യുലാർ ഫോർമുല കണ്ടുപിടിക്കണ്ടേ? സോ വാട്ട് ഡു യു മീൻ ബൈ മോളിക്യുലാർ ഫോർമുല? How many carbon atoms are there in this carbon atom, this species? 2 അല്ലേ? H എത്രയാണ്? 4. What about this second one? C3H5. 6. So 6 അല്ലടാ. What about this C4?
H8. H8 ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ അടുത്തടുത്ത ആളുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. പറയൂ, ഡിഫറൻസ് എത്രയാ? സിന്റെയും എച്ചിന്റെയും എണ്ണത്തിലെ ഡിഫറൻസ് എത്രയാ മക്കളെ? 3 minus 2 1, 6 minus 4 2. CH2 അല്ലേ? Yes. ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Same. CH2. അപ്പൊ ഇത് ഹോമോലോഗസ് ആണോ അല്ലേ? Yes. This series is Is homologous. homologous. സംശയമുണ്ടോ? ഞാൻ ഒറ്റ എക്സാമ്പിൾ കൂടി പറയണ്ട, ഹോമോലോഗസ് വൈൻഡപ്പ് ചെയ്യട്ടെ. എക്സാമ്പിൾ ഏതാ? C4H6, C5H8, C6H10, C7H12, C8H14. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് തന്നിട്ടുണ്ട്? സ്ട്രക്ചർ ആണോ തന്നത്? മോളിക്കുലാർ ഫോർമുല. ഇനി ഇത് ഹോമോലോഗസ് ആണോ അല്ലേ എന്ന് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? സിമ്പിൾ ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ പോരെ. ഓക്കെ, ഒന്ന് ചെയ്തേ എല്ലാരും ഒന്ന് സ്വയം ചെയ്ത് നോക്കിക്കേ. മൈനസ് ചെയ്ത് നോക്കിയാൽ എന്താണ് കിട്ടുന്നത് എന്ന് സ്വയം ചെയ്ത് നോക്കുക എല്ലാരും. ഒറ്റ മിനിറ്റ്, നിങ്ങൾ ചെയ്യുമ്പോഴേക്കും ഞാൻ ചെറിയൊരു വേഗം ഒന്ന് ചെയ്യൂ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം, രണ്ടൊന്ന് ചെയ്ത് നോക്കട്ടെ മക്കളെ. 1 സെക്കൻഡ്. ഡൺ ചെയ്തോ? Last. Yes, sir. Finish.
Sorry, dears. Okay, ready. So, see, can you see what is the difference between these molecules, these adjacent molecules? Ada, ഇത് എത്രയാണ്? Hello, hello, dears. Yes, sir. Okay, so what's the difference between these molecules? എന്താണ്? CH2. CH2 ആണ്, CH2 ആണ്, CH2 ആണ്, and this one is CH2. So if adjacent molecules are having the difference of CH2, we can call it as Homologous series. this series is homologous. സംശയമുണ്ടോ? സംശയമുണ്ടോ? What about this one? What about this one? First one is C2H4. Second one is First CH2. one is what's the difference? C2H4. C2H4 അല്ലേ? ഇവിടെ എന്താ ഡിഫറൻസ്? CH2. CH2 ഇവിടെ എന്താ ഡിഫറൻസ്? CH minus 2. CH minus 2. അല്ലേ? അപ്പം ഡിഫറൻസ് CH2 ആണോ? No, No. it's not homologous. So it's not a homologous series. I hope it is clear. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ ഹോമോലോഗസ് സീരീസിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആണ് നോമൻക്ലേച്ചർ. നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഡിസ്കസ് ചെയ്യണോ? Yes, sir. Yes, sir. ഓക്കെ. നെക്സ്റ്റ് ആണ് ഹോമോലോഗസ് സീരീസ്. അപ്പൊ ഹോമോലോഗസ് സീരീസിന്റെ ഒരു പ്രശ്നം NCERT-യിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടെക്സ്റ്റിലെ CBSE ടെക്സ്റ്റിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് മുഴുവനായിട്ട് പറയുകയും ചെയ്തിട്ടില്ല, ബട്ട് എക്സാമിന് ചോദിക്കുകയും ചെയ്യും. നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ്. നമ്മൾ പെട്ടെന്ന് പറയും ഹൈഡ്രോ കാർബണിന്റെ നോമൻക്ലേച്ചർ. എന്താ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ അറിയാം? മലയാളത്തില് നാമകരണം എന്നാ പറയാ, പേരിടാം. നമ്മൾ കുട്ടികൾക്ക് പേരിടൂല മക്കളെ. ഇത് തന്നെയാണ്, സെയിം ഫിലോസഫിയാണ് ഇവിടെ യൂസ് ചെയ്യുക. ബട്ട് ഒരൊറ്റ വ്യത്യാസമുണ്ട്, ഇതിന് റൂൾ ഉണ്ട്. നമ്മളെ കുട്ടികൾക്ക്, വീട്ടിലത്തെ കുട്ടികൾക്ക് പേരിടുന്ന റൂൾ ഉണ്ടോ? ഇല്ല. ഇവിടെ മക്കൾക്ക് പേരിടുമ്പോൾ, ഓർഗാനിക് കോമ്പൗണ്ടിന് പേരിടുമ്പോൾ ഒരു റൂൾ ഉണ്ട്. ഒരു കാർബൺ ഉണ്ടെങ്കിൽ മെത്ത്, 2 കാർബൺ ഉണ്ടെങ്കിൽ എത്ത്, 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ഉണ്ടെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ഉണ്ടെങ്കിൽ പെന്റ്, 6 കാർബൺ ഉണ്ടെങ്കിൽ ഹെക്സ്, 7 കാർബൺ ഉണ്ടെങ്കിൽ ഹെപ്റ്റ്, 8 കാർബൺ ഉണ്ടെങ്കിൽ ഒക്റ്റ്, 9 കാർബൺ ഉണ്ടെങ്കിൽ നണ്ണ്, 10 കാർബൺ ഉണ്ടെങ്കിൽ എന്താണ്? ഡെക്ക്. ഇതാണ് നമ്മൾ ബേസിക്കലി ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുമ്പോൾ, കാർബണും ബോണ്ട് മുഴുവൻ സിംഗിൾ ആണെങ്കിൽ നമ്മൾ അതിന്റെ അവസാനം ANE എന്ന് ചേർത്ത് കൊടുക്കും. കാർബണും തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ENE എന്ന് ചേർത്ത് കൊടുക്കും. കാർബണും തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ വി വിൽ ആഡ് YNE. അപ്പൊ ഇതെന്താണ് നമ്മളിപ്പോ പറയുന്നത് എന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് സം എക്സാമ്പിൾസ്. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ. ഐ വിൽ ഷോ യു സം എക്സാമ്പിൾസ്. മക്കളെ, ഓക്കെ, റെഡി? കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് CH3 CH2 CH3. മക്കളെ, ഇതൊരു ഹൈഡ്രോ കാർബൺ ആണോ അല്ലേ? വേഗം നോക്കിയിട്ട് പറഞ്ഞേ, ഇതൊരു ഹൈഡ്രോ കാർബൺ ആണോ അല്ലേ? ഹൈഡ്രോ കാർബൺ ആവണമെങ്കിൽ അത് എന്തൊക്കെ ഉണ്ടാവണം? അതില് ഹൈഡ്രജനും കാർബണും രണ്ടും ഉണ്ടല്ലോ. ഇനി ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ അവൈലബിൾ? പറഞ്ഞേ. 3. അപ്പൊ 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ can you please tell me the prefix that we have to use? Prop. So we will be using prop plus. എടാ, കാർബണും ഒക്കെ സിംഗിൾ ബോണ്ട് അല്ലേ? Yes, sir. If all carbon bonds are single bond, we have to use ANE. അപ്പൊ നോക്ക്,
ആദ്യം ചേർക്കുന്ന ഇവരെ നമ്മൾ പ്രിഫിക്സ് എന്നും ഇതിനെ സഫിക്സ് എന്നുമാണ് പറയുക. ഇതിനെന്താ പറയാ? സഫിക്സ്. സഫിക്സ് എന്ന് പറയുമ്പോൾ പിന്നെ ചേർക്കുന്ന ആളാണ്. ഇത് ആദ്യം ചേർക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ ഇവരെന്താ നമ്മൾ പറയാ? പ്രിഫിക്സ്. ഓർമ്മ ഉണ്ടാവണം. പ്രീഫിക്സ് ആദ്യം ചേർക്കുന്ന ആളും പിന്നെ ചേർക്കുന്ന ആളും. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും വരാ? പ്രൊപീൻ. ഈസ് ദാറ്റ് ക്ലിയർ? ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരട്ടെ. ഇതാ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കോ. CH3 CH ഡബിൾ ബോണ്ട് CH2. അപ്പൊ നോക്കൂ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട് മക്കളെ? 3 കാർബൺ ആറ്റങ്ങളില്ലേ? അപ്പൊ 3 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ പ്രൊപ്പ് എന്നല്ലേ പേര് വരാ? സംശയം ഉണ്ടോ? പ്ലസ് ഇതില് കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ടും ഉണ്ട്, ഡബിൾ ബോണ്ടും ഉണ്ട്. അപ്പൊ ആരുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഇമ്പോർട്ടന്റ് വിഷയം. ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ പേരെന്താ ചേർക്ക? ENE. എന്താ ചേർക്കുന്നത്? ENE. ഇനിയാണ് ക്വസ്റ്റ്യൻ, ഈ ഡബിൾ ബോണ്ട് ഏത് കാർബണിന്റെ മുകളിലാണ്? ഏത് കാർബണിന്റെ മുകളിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? പറഞ്ഞേ. നോക്ക്, ഞാൻ നമ്പർ ചെയ്യട്ടെ. 1 2 3. അപ്പൊ ഏതൊക്കെ കാർബണിന്റെ ഇടയിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? 2ന്റെയും 3ന്റെയും ഇടയിലാണല്ലോ. അപ്പൊ 2 നമ്പറിന്റെ ഇടയിലായിരിക്കും ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടാവുക. അതിൽ ചെറിയ നമ്പർ ഏതാ? 2 അല്ലേ? അപ്പൊ നമ്മൾ പറയും രണ്ടാമത്തെ കാർബണിന്റെ മുകളിലാണെന്ന് പറയും. പക്ഷേ നമുക്കൊരാൾ നമ്മളോട് പറയാണ്, സർ അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയും എണ്ണി നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഈ ഭാഗത്തുനിന്നും എണ്ണി. അപ്പൊ ഏതൊക്കെ കാർബണിന്റെ ഇടയിലാണ് ഡബിൾ ബോണ്ട് വരുന്നേ? 1ന്റെയും 2ന്റെയും. അതിലേറ്റവും ചെറിയ നമ്പർ 1 അല്ലേ? അപ്പൊ ഈ സർക്കിൾ ഇട്ട 2 നമ്പേഴ്സ് അല്ലേ ചെറിയ നമ്പർ? അതിലേറ്റവും ചെറിയ നമ്പർ ഏതാണടാ? 1 അല്ലേ? അപ്പൊ നമ്മൾ പറയും ഒന്നാമത്തെ കാർബണിന്റെ മുകളിലാണ് ഡബിൾ ബോണ്ട്. അപ്പം ആ പേര് എഴുതുമ്പം ആ പൊസിഷനും കൂടി നമ്മൾ പറയണം. അപ്പൊ ഈനിന്റെ മുന്നിൽ ഒരു 1 ഇട്ട് കൊടുക്കണം. എന്തിട്ട് കൊടുക്കണം? 1. അപ്പൊ പേരെന്താ വരടാ? പേരെന്താ വരുന്നത് നോക്കിക്കോ. എന്ത്? പ്രൊപ്പ് 1 ഈന്. എന്താ പേര് വരാ? പ്രൊപ്പ് 1 ഈന്. 2-3 എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരും. ഓ ഷുവർ, ഡെഫിനറ്റ്ലി. ഈ ഫസ്റ്റ് സിംഗിൾ ബോണ്ട് ഇട്ടിട്ട് ഡബിൾ ബോണ്ട് ഇടുന്നതിന് പകരം ഫസ്റ്റ് ഡബിൾ ബോണ്ട് ഇട്ടിട്ട് സിംഗിൾ ബോണ്ട് ഇട്ടൂടെ? ഇടാം. നമുക്ക് തരുന്നതിനനുസരിച്ച് നമുക്ക് എന്തും ചെയ്യാം, നോ പ്രോബ്ലം. ഞാൻ വേറൊരു എക്സാം. ഇതാണോ മോൻ ഉദ്ദേശിച്ചത്? നോക്കണേ. CH2 ഡബിൾ ബോണ്ട് CH, ഇതാണോ ഉദ്ദേശിച്ചത്? അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? ഇതിൽ എത്ര കാർബൺ ഉണ്ട് മക്കളെ? 3. അപ്പൊ പ്രൊപ്പ് എന്നല്ലേ പറയാ? ഇനി ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എന്താ? 1 2 3. അപ്പൊ ഏത് നമ്പറാ നമ്മൾ ചൂസ് ചെയ്യാ? 1. ചെറുത്. ഇനി ഇങ്ങനെ എണ്ണുമ്പോയോ? 2. ഏത് നമ്പറാ ചൂസ് ചെയ്യാ? 2. ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും ചെറുത് ഏതാ? 1. അപ്പൊ ഇത് നമ്മൾ ചൂസ് ചെയ്യാ. അപ്പൊ പൊസിഷൻ പറഞ്ഞ പേരെന്തായിരിക്കും? പ്രൊപ്പിന്റെ ഒന്നാമത്തെ പൊസിഷനിൽ ഈനുണ്ട്. രണ്ടു പേരും സെയിം അല്ലടാ. അതിന്റെ അർത്ഥം എന്താ? രണ്ടും സെയിം ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? രണ്ടും സെയിം മോളിക്യൂൾ ആണെന്ന് അർത്ഥം. മനസ്സിലായോ? നമുക്ക് 2-3 കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. അപ്പൊ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണേ. ഡി നോക്കണേ. CH3 CH2 CH ഡബിൾ ബോണ്ട് CH3. മക്കളെ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട്? 1 2 3 4 5. 5 എണ്ണം ഉണ്ടല്ലോ. 5 എണ്ണം ഉണ്ടെങ്കിൽ പേരെന്താ വരാ? പെന്റ് എന്നല്ലേ വരാ? അതിൽ സംശയം ഉണ്ടാർക്കെങ്കിലും? അപ്പൊ നമ്മൾ പെന്റ് എന്ന് എഴുതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ പറയൂ മക്കളെ. വാട്ട്സ് ദ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്? 1 2 3 4 5.
ഇങ്ങനെ എണ്ണുമ്പോൾ ചെറിയ നമ്പർ ഏതാ? 3ന്റെയും 4ന്റെയും ഇടയിലല്ലേ? അപ്പൊ 3 ചെറിയ നമ്പർ. ഇനി തിരിച്ചെണ്ണുന്ന സമയത്തോ 1 2 3 4 5. അപ്പൊ ആരുടെയൊക്കെ ഇടയിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? 2ന്റെയും 3ന്റേതാണ്. അത് ചെറിയ നമ്പർ ഏതാ? 2. So 3 and 2. Which is the smallest one? 2. 2. So we will consider it has on the second carbon atom. So how you will name them? Pent 2ene. Is that clear? Yes, sir. ഓക്കെ. ചില ബുക്കിലുണ്ടല്ലോ മക്കളെ, നിങ്ങൾ ഇവിടെ ഞാൻ 1 പെൻഡ് ഇൻ 1 എഴുതിയില്ലേ, ആ 1 ചിലയിടത്ത് എഴുതാറില്ല. അവരെങ്ങനെയാണ് എഴുതുക? ഡയറക്റ്റ് ആയിട്ട് അതിന് പ്രൊപ്പീൻ എന്ന് ഡയറക്റ്റ് എഴുതി കാണും. 1 അപ്പൊ പലപ്പോഴും നമ്മൾ എഴുതേണ്ട കാര്യമില്ല. അത് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. യു ഡോണ്ട് നീഡ് ടു റൈറ്റ് ദി 1 all the time. Okay, so can I give you one more example? സാറേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. Oh, sure. 1 2 ഒക്കെ മിഡിലല്ലേ എഴുതിക്കുന്നത്? അത് 2 പെന്റീൻ എഴുതിക്കൂടെ? അതാണ് ഞാൻ പറഞ്ഞത്. വെരി ഗുഡ്, നല്ല സംശയം. 2 പെന്റ് ഇങ്ങനെ എഴുതാമായിരുന്നു. ബട്ട് IUPACയുടെ പുതിയൊരു നോം ഉണ്ട്, ഈ 2 നടുവ് തന്നെ എഴുതണം. കാരണം പല കൺഫ്യൂഷൻസും പല കുട്ടികൾക്കും വരുന്നത് ഒഴിവാക്കാനാണ്. അതായത് ഇത് IUPACയുടെ പുതിയ നോമാണ്. രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ആണ് സ്പെസിഫിക് ആക്കി കാണിക്കണമെങ്കിൽ നടുവിൽ എഴുതുന്നതാണ് നല്ലത്. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ബട്ട് ദിസ് ഈസ് പ്രിഫറബിൾ. ക്ലിയർ ആണോ? ഓക്കെ. ഒരു ഡെഫിനറ്റ്ലി സർ, ഇപ്പം എക്സാമിന് പെൻ 2E തന്നിട്ട് മോളിക്കുലർ സ്ട്രക്ചർ എഴുതണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അറിയാം എവിടെയാ ഡബിൾ ബോണ്ട് വരുന്നതെന്ന്? ഇപ്പൊ ശരിയാക്കി തരാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ എടുത്തോളൂ. ഞാൻ തരാം ക്വസ്റ്റ്യൻ. നമ്മുടെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഒക്ട് 3 അയൺ വെറൈറ്റി ആയില്ലേ? എവിടെയാണ്? ഒക്ട് 3 അയൺ. എത്ര കാർബൺ ഉണ്ട് മക്കളെ? 8. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത്? 1 2 3 4 5 6 7 8. 8 കാർബൺ കിട്ടിയില്ലേ? ഇനി 1 2 3 മൂന്നാമത്തെ കാർബണിന്റെ മുകളിൽ ട്രിപ്പിൾ ബോണ്ട് കഴിഞ്ഞ്. അപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ടോ സാധാരണ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് മൂന്നാമത്തെ എടുക്കാൻ പറ്റും? പറ്റും. ബട്ട് നമ്മൾ സാധാരണ ഇടത്തുനിന്ന് വലത്തോട്ടിലിട എണ്ണ. അപ്പൊ മൂന്നാമത്തെ കാർബണിന്റെ മുകളിൽ ട്രിപ്പിൾ ബോണ്ട് ഇട്ടു. സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? അപ്പൊ ഇനി അടുത്ത പ്രശ്നം എന്താ? ഈ കാർബണിന്റെ വാലൻസി സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എത്ര H ഇട്ട് കൊടുക്കണ്ട അവിടെ? 3. ഇവിടെയോ? 2. ഇവിടെയോ? വേണ്ട. വെരി ഗുഡ്. ഇവിടെയോ? അവിടെയും വേണ്ട. അപ്പം ബാക്കി എങ്ങനെ ഉണ്ടാവുക? എങ്ങനെയായിരിക്കും വരുന്നത്? അപ്പൊ ഇതിന്റെ ഒന്ന് വൃത്തിക്ക് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും മക്കളെ? ഒന്ന് പറഞ്ഞേ. CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് C CH2 CH2 സംശയമുണ്ടോ? ഓക്കെ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കി കൂടെ. അതായത് ഇപ്പൊ ഞാനൊരു വേറൊരു കോമ്പൗണ്ട് തരാം. ഒരു കോമ്പൗണ്ട് തരാം. നമ്മുടെ CH3 CH2 CH2 C ട്രിപ്പിൾ ബോണ്ട് C CH3. എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട് മക്കളെ? 6. അപ്പൊ 6 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഹെക്സ്. സംശയം ഉണ്ടോ? ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, സിംഗിൾ ബോണ്ട് ആണോ? ട്രിപ്പിൾ. പൊസിഷൻ എന്താണ്? 1 2 3 4 5 6. അപ്പൊ ഏത് പൊസിഷനിൽ എടുക്കാം? 4. ഇങ്ങനെ എണ്ണുമ്പോൾ 1 2 3 4 5 6 2. അപ്പൊ 2 ആണോ 4 ആണോ ചെറുത്? 2. അപ്പൊ X 2
ട്രിപ്പിൾ ബോണ്ട് അല്ലേ? YNE. Is that clear? Is that clear? Yes, sir. എന്നാ വൈൻഡ് അപ്പ് ചെയ്തുകൂടെ നമുക്ക്? ഓക്കെ, Okay, sir. നോമൻക്ലേച്ചർ Yes, നമ്മൾ sir. സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പം നോമൻക്ലേച്ചർ പറഞ്ഞു, ഹോമോലോഗോ സീരീസ് പറഞ്ഞു, പിന്നെ മോളിക്കുലാർ ഫോർമുല തന്നിട്ട് എങ്ങനെ ഹൈഡ്രോ കാർബൺ ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു അല്ലേ? അതൊക്കെ പറഞ്ഞില്ലേ? എന്നാ വൈൻഡ് അപ്പ് ചെയ്തൂടെ? അടുത്ത ക്ലാസ്സിൽ വിൽ ബി സ്റ്റാർട്ടിങ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർമ്മയുണ്ടോ? കമ്പഷൻ, ഓക്സിഡേഷൻ, അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. റെഡി? Okay, sir. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്. Thank you, sir. Okay, Thank you, you. sir. Thank you, dear all. Thank you very much for joining on the right time. And yes, നമ്മൾ ഈ ആഴ്ചത്തേക്കുള്ള ഷെഡ്യൂൾ ഉടൻ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ and we are going to conduct an exam tips for this month. നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടി എക്സാം ടിപ്സ് ആയിട്ടുള്ള ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. How about it? Do you want that? Yes, sir. Yes, sir. Okay, great. Chemistry, physics, maths മൂന്നിന്റെയും എക്സാം ടിപ്സ് നമ്മൾ സെഷൻ കണ്ടക്ട് ചെയ്യുന്ന അതിന്റെ ഷെഡ്യൂൾ നമ്മൾ ഉടൻ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ അഹെഡ്, ഗ്രേറ്റ് വീക്ക് അഹെഡ്. ഗുഡ് നൈറ്റ്. Good night, sir. Thank you, sir. Good night. Thank you. Good night.